നമസ്കാരം സുഹൃത്തുക്കളെ. വൈദ്യുതി ബില്ല് വരുമ്പോൾ നിങ്ങൾ കണ്ണു തള്ളുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ തീർച്ചയായും നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ₹1 പോലും കയ്യിൽ നിന്ന് മുൻകൂട്ടി മുടക്കാതെ സൗജന്യമായിട്ട് വീട്ടിൽ സോളാർ വയ്ക്കുന്നതിലൂടെ കറണ്ട് ബില്ല് പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പദ്ധതിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും പുതിയ പദ്ധതിയായ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ പദ്ധതിയിലൂടെ എങ്ങനെയാണ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് അപേക്ഷ കൊടുത്ത് അംഗീകാരം നേടിയെടുക്കാൻ പറ്റുന്നതെന്നും സബ്സിഡി തുക ബാങ്ക് ലോണും ഉപയോഗിച്ച് ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഫ്രീ ആയി മാറുന്നതെന്നും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാജ്യത്തെ 1 കോടി ജനങ്ങളിലേക്ക് സൗജന്യമായി വൈദ്യുതി എത്തിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതൊരു ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വില കൂടിയ ബാറ്ററികളുടെ ആവശ്യമില്ല. പകൽ സമയങ്ങളിൽ സോളാർ പാനലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന അധിക വൈദ്യുതി നേരിട്ട് KSEBിയുടെ ഗ്രിഡിലേക്ക് പോകും. രാത്രിയിൽ നമുക്ക് ആവശ്യമായ വൈദ്യുതി KSEBിയിൽ നിന്ന് തിരികെ ഉപയോഗിക്കുകയും ചെയ്യാം. മാസം മാസം നമ്മൾ നൽകിയ വൈദ്യുതിയും ഉപയോഗിച്ച വൈദ്യുതിയും തമ്മിൽ കണക്കുകൂട്ടി നെറ്റ് മീറ്റർ വഴി ബില്ല് ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ വീട്ടിൽ വെക്കാനായി വീടിന്റെ മുകളിൽ തണലില്ലാത്ത കുറഞ്ഞത് 100 സ്ക്വയർ ഫീറ്റ് സ്ഥലമെങ്കിലും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഒരു മാസത്തെ കറണ്ട് ഉപയോഗം 0 മുതൽ 150 യൂണിറ്റ് വരെയാണെന്നുണ്ടെങ്കിൽ 1 മുതൽ 2 കിലോ വാട്ട് വരെയുള്ള സോളാറാണ് അനുയോജ്യം. 150 മുതൽ 300 യൂണിറ്റ് വരെയാണെങ്കിൽ 2 മുതൽ 3 കിലോ വാട്ട് വരെയുള്ള പ്ലാന്റും 300 യൂണിറ്റിന് മുകളിലാണെങ്കിൽ 3 കിലോ വാട്ടിന് മുകളിലുള്ള സോളാർ പ്ലാന്റുമാണ് സ്ഥാപിക്കേണ്ടത്. ഇനി ഇതിനായി ഔദ്യോഗിക സബ്സിഡി ഘടന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 2 കിലോ വാട്ട് വരെയുള്ള പ്ലാന്റുകൾക്ക് കിലോ വാട്ടിന് 30,000 രൂപ വെച്ച് സബ്സിഡി ലഭിക്കുന്നത്. അതായത് 2 കിലോ വാട്ട് വെച്ചാൽ 60,000 രൂപ കിട്ടും. അതിനു മുകളിൽ 3 കിലോ വാട്ട് വരെയുള്ള ഓരോ അധിക കിലോ വാട്ടിനും 18,000 രൂപ വീതം ലഭിക്കും. 3 കിലോ വാട്ടോ അതിനു മുകളിലോ ഉള്ള വലിയ പ്ലാന്റുകൾക്ക് പരമാവധി ലഭിക്കുന്ന ആകെ സബ്സിഡി തുക 78,000 രൂപയായി നിജപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ ഇത്തരം കുടുംബത്തിന് 3 കിലോ വാട്ട് സോളാർ സിസ്റ്റം ഉണ്ടെങ്കിൽ മാസത്തിൽ ഏകദേശം 300 യൂണിറ്റ് വരെ വൈദ്യുതി തികച്ചും സൗജന്യമായി ലഭിക്കും. ഇനി സോളാർ വയ്ക്കാൻ വലിയൊരു തുക കയ്യിൽ നിന്ന് മുടക്കേണ്ടി വരികയില്ലെന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചു നോക്കാം. എന്നാൽ അങ്ങനെയല്ല. ഈ ഒരു പദ്ധതിക്ക് നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ ആദ്യം ₹1 പോലും ഫീസായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. KSEBിയുടെ ഫിസിബിലിറ്റി അനുമതി കിട്ടിക്കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ പലിശയിൽ ഇതിനായിട്ട് നിങ്ങൾക്ക് ബാങ്ക് ലോൺ ലഭിക്കും. ഈ ഒരു ലോൺ തുക ഉപയോഗിച്ച് കമ്പനികൾ നിങ്ങളുടെ വീട്ടിൽ സോളാർ പാനലുകൾ വെച്ച് തരും. സോളാർ വെച്ച് നെറ്റ് മീറ്റർ കണക്ട് ചെയ്യുന്നതോടുകൂടി വെറും 30 ദിവസത്തിനുള്ളിൽ, അതായത് 1 മാസത്തിനുള്ളിൽ തന്നെ സർക്കാർ സബ്സിഡി തുക നേരിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. ഈ ഒരു സബ്സിഡി തുക കിട്ടുമ്പോൾ നിങ്ങൾ അത് ബാങ്കിലടച്ച് നിങ്ങളുടെ ലോൺ ബാധ്യത വലിയൊരു ശതമാനം ഒറ്റയടിക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇനി ബാക്കി വരുന്ന തുകയെ ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. സോളാർ വന്നതോടെ നിങ്ങളുടെ മാസത്തെ കറണ്ട് ബില്ല് ഇല്ലാതാകുമല്ലോ. അപ്പോൾ കറണ്ട് ബില്ലിനായി നിങ്ങൾ എല്ലാ മാസവും മാറ്റിവെക്കാറുള്ള ആ തുക മാത്രം ബാങ്കിലേക്ക് EMI ആയിട്ട് അടച്ചാൽ മതി. അതായത് കറണ്ട് ബില്ല് കൊടുക്കുന്ന കാശ് കൊണ്ട് സോളാർ ലോൺ തനിയെ അടഞ്ഞു തീരും. ലോൺ കാലാവധി കഴിയുന്നതോടുകൂടി സോളാർ പ്ലാന്റ് പൂർണ്ണമായും ഫ്രീ ആയി നിങ്ങളുടെ സ്വന്തമാകും. ഇത് എങ്ങനെ സാധ്യമാകുന്നല്ലേ, അതൊന്ന് നമുക്കൊന്ന് നോക്കാം. ഇതെങ്ങനെയാണ് ഇതിൻ്റെ കണക്കുകൾ വരുന്നതെന്നുള്ളത്. നമ്മളിപ്പോഴൊരു നോക്കാൻ പോകുന്നത് ഒരു 4 വർഷത്തെ ഒരു വീടിൻ്റെ കണക്കാണ് നോക്കാൻ പോകുന്നത്. അതായത് ഒരു വീട്ടിൽ കറണ്ട് ബില്ല് 2 മാസം കൂടുമ്പോൾ സാധാരണ ഒരു വീട്ടിൽ വരുന്നത് 4,000 രൂപയാണെന്ന് നിങ്ങൾ കരുതുക. ഒരു വർഷം അദ്ദേഹം കറണ്ട് ബില്ല് അടയ്ക്കുന്നത് 24,000 രൂപ KSEBിയിലേക്ക് അടയ്ക്കുന്നുണ്ട്. അതായത് മാസം അടച്ചു പോകുന്നത് 2,000 രൂപ വെച്ച്. അങ്ങനെ 4 വർഷത്തെ ആകെ ബില്ല് വരുന്നത് 96,000 രൂപ അദ്ദേഹം KSEBിയിലേക്ക് അടയ്ക്കുന്നുണ്ട്. ഈ 4 വർഷം 96,000 രൂപ അടച്ചു കഴിഞ്ഞാലും പിന്നീടാണെങ്കിലും നമ്മൾ ഈ ഒരു തുക തന്നെ അടച്ചുകൊണ്ടിരിക്കണം. അതായത് മാസം 2,000 രൂപ വെച്ച് 2 മാസം കൂടുമ്പോൾ 4,000 രൂപ വെച്ച് അദ്ദേഹം KSEBിയിലേക്ക് അടയ്ക്കണം. അതേസമയം 3 കിലോ വാട്ടുള്ള ഒരു സോളാർ പ്ലാന്റാണ് നമ്മൾ സ്ഥാപിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സോളാർ പ്ലാന്റ് പിടിപ്പിക്കാനായിട്ട് ആകെ ഇൻസ്റ്റലേഷൻ ചാർജ് വരുന്നത് 1,60,000 രൂപ. നമുക്ക് കേന്ദ്ര സർക്കാർ സബ്സിഡി നൽകുന്ന തുക 78,000 രൂപ. അപ്പോൾ നമ്മൾ ആ സബ്സിഡി കിട്ടിയ തുക
നമ്മൾ ലോൺ എടുത്തതിലേക്ക് നമ്മൾ അടച്ചു കഴിയുമ്പോൾ സബ്സിഡി കഴിഞ്ഞ് ബാക്കി വരുന്ന തുക 82,000 രൂപ വരുന്നുണ്ട്. ബാങ്കിലെ പലിശ വരുന്നത് ഒരു 7.5% പലിശ വെച്ച് 4 വർഷത്തേക്ക് 14,000 രൂപ വരുന്നുണ്ട്. അങ്ങനെ മൊത്തം 96,000 രൂപയോളം നമ്മൾ പലിശയും മുതലും കൂടെ കൂട്ടി തിരിച്ചടയ്ക്കണം. മാസം നമ്മൾ ലോൺ ഇനത്തിലേക്ക് അടയ്ക്കുമ്പോൾ ഒരു 2,000 രൂപ വെച്ച് എല്ലാ മാസവും നിങ്ങൾ കറണ്ട് ബില്ലിൽ നിന്ന് KCBക്ക് കൊടുക്കുന്ന ആ കറണ്ട് ബില്ല് 2,000 രൂപ വെച്ച് ബാങ്ക് ലോണിലേക്ക് നിങ്ങൾ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 4 വർഷം കൊണ്ട് 96,000 രൂപ അടച്ച് ഈ പ്ലാന്റ് പൂർണ്ണമായിട്ടും നിങ്ങളുടെ സ്വന്തമാവും. പിന്നീട് ഈ ഒരു വരുന്ന പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന ലാഭം മുഴുവൻ നിങ്ങൾക്ക് വർഷങ്ങളോളം കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ഏകദേശ കണക്ക് വരുന്നത്. ഇത് മാറ്റങ്ങൾ പല വീടുകൾക്കും സംഭവിക്കാം. ഇങ്ങനെയാണ് ഈ സോളാർ പ്ലാന്റ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സൗജന്യമാകുന്നത്. അതായത് ഒരു 4 വർഷം നിങ്ങൾ 2,000 രൂപ വെച്ച് അടച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തന്നെ 4 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ഈ ഒരു പ്ലാന്റ് തീർത്തും സൗജന്യമായിട്ട് നിങ്ങളുടെ ഇതിൽ തന്നെ വരും. അതായത് നിങ്ങൾ ഏതായാലും KCBക്ക് പണം അടച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ തുക തന്നെ സോളാർ പ്ലാന്റ് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം നിങ്ങളുടെ സബ്സിഡി വരുന്ന കഴിഞ്ഞുള്ള തുകയെ അങ്ങോട്ട് ലോണായിട്ട് അങ്ങ് അടച്ചുകൊണ്ടിരുന്ന വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ലോൺ സൗകര്യം ഈ ഒരു സൈറ്റിൽ തന്നെ എല്ലാം റെഡിയാണ്. നിങ്ങൾ ഈ ഓൺലൈൻ അപേക്ഷ കൊടുക്കുന്ന ഈ ഒരു സൈറ്റിൽ തന്നെ എല്ലാ വിവരങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്കിനി അതിലേക്ക് പോകാം. ഇതെങ്ങനെയാണ് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പദ്ധതിക്ക് നിങ്ങൾക്ക് 2 രീതിയിൽ അപേക്ഷ കൊടുക്കാം. PM സൂര്യഗറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ pmsuryagar.gov.in വഴി നേരിട്ട് നിങ്ങൾക്ക് സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ഫോണുകളിലെ പ്ലേ സ്റ്റോറിലും ഐഫോണുകളിലെ ആപ്പ് സ്റ്റോറിലും ഇതിൻ്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് ലഭ്യമാണ്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിലൂടെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അപേക്ഷിക്കാം. അപേക്ഷിക്കാൻ നിങ്ങളുടെ കറണ്ട് ബില്ലിലെ 13 അക്ക കൺസ്യൂമർ നമ്പറും ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറും സബ്സിഡി തുക വരാനായി നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ വിവരങ്ങളും നൽകേണ്ടി വരും. ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സോളാർ വയ്ക്കാനായി ഗവൺമെൻറ് പോർട്ടലിൽ അംഗീകരിച്ചിട്ടുള്ള രജിസ്റ്റർ ചെയ്ത വെണ്ടർമാരെ, അതായത് അംഗീകൃത കമ്പനികളെ മാത്രം തിരഞ്ഞെടുക്കുക. പുറത്തു നിന്നുള്ള വ്യാജന്മാരെ പെട്ടുപോകാതിരിക്കാൻ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഇതിൻ്റെ അവസാന തീയതി എപ്പോഴാണെന്നും കൂടെ നോക്കാം. നമുക്ക് ഈ അപേക്ഷ കൊടുക്കാനൊരു തീയതിയും കൂടെ ഉണ്ട്. ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം 2027 മാർച്ച് 31 വരെയാണ് ഇപ്പോൾ ഈ ഒരു പദ്ധതി നീട്ടിയിരിക്കുന്നത്. ഈ ഒരു പദ്ധതിയുടെ കാലാവധി ഈ ഒരു 2027 മാർച്ച് 31 അവസാനിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ആ സമയപരിധിക്കുള്ളിൽ എല്ലാവരും അപേക്ഷ കൊടുക്കാൻ നോക്കുക. 1 കോടി വീടുകൾക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് എന്നതിനാൽ ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യം എന്ന രീതിയിലാണ് നടപടി നടക്കുന്നത്. അതുകൊണ്ട് ഇനി ഒട്ടും സമയം കളയാതെ കറണ്ട് ബില്ല് കണ്ട് കണ്ണു തള്ളിയിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഉപകാരപ്രദമായ ഈ ഒരു വിവരങ്ങൾ വേഗത്തിൽ അറിയാൻ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും. ബൈ.